ഹോളിവുഡ് ത്രില്ലറുകളെ വെല്ലുന്ന ഒരു യഥാർത്ഥ സംഭവം. ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ 7000 അടി ഉയരമുള്ള മലനിരകളിൽ വെറും ഒരു കൈത്തോക്കുമായി 48 മണിക്കൂർ നീണ്ട അതിജീവനം. ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയ അമേരിക്കൻ വ്യോമസേനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സാഹസികമായ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏപ്രിൽ 3-നാണ് തെക്ക് പടിഞ്ഞാറൻ ഇറാന് മുകളിൽ വെച്ച് അമേരിക്കയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ എന്ന യുദ്ധവിമാനം തകർന്നു വീഴുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന ഒരു പൈലറ്റിനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തിയെങ്കിലും വെപ്പൺ സിസ്റ്റംസ് ഓഫീസറായിട്ടുള്ള കേണലിനെ കണ്ടെത്താൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തെ ജീവനോടെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഇറാൻ $60,000 വരെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ശത്രു സൈന്യം വളയുമ്പോഴും അദ്ദേഹം ഒരു മലയിടുക്കിൽ ഒളിച്ചിരിക്കുകയും പിന്നീട് 7000 അടി ഉയരമുള്ള ഒരു മലഞ്ചെരുവിലേക്ക് കയറുകയും ചെയ്തു. ഒരു കൈത്തോക്കും ആശയവിനിമയ ഉപകരണങ്ങളും ട്രാക്കിംഗ് ബീക്കണും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 24 മണിക്കൂറിലേറെയായി അമേരിക്കയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ സ്ഥാനം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ അമേരിക്കൻ ചാരസംഘടനയായിട്ടുള്ള CIA തങ്ങളുടെ പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അദ്ദേഹത്തെ കണ്ടെത്തുകയും ശനിയാഴ്ച രാത്രിയോടെ പ്രത്യേക സൈനിക സംഘത്തെ ഇറക്കി ഞായറാഴ്ചയോടെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എങ്ങനെയാണ് ശത്രുക്കൾക്ക് നടുവിൽ ഒരു സൈനികൻ 48 മണിക്കൂർ പിടിച്ചു നിന്നത് എന്ന് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? അമേരിക്കൻ സൈനികർക്ക് നിർബന്ധമായും നൽകുന്ന സർവൈവൽ ഇവേഷൻ റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് എന്ന പ്രത്യേക പരിശീലനമാണ് ഈ ഉദ്യോഗസ്ഥന് തുണയായത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനും ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാനും പൈലറ്റുമാരെ പ്രാപ്തരാക്കുന്നതാണ് ഈ പരിശീലനം. കേവലം ആയുധങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം സാഹചര്യത്തിനനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ഈ പരിശീലനം സൈനികരെ സഹായിക്കുന്നു. വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീഴുന്ന നിമിഷം മുതൽ പൈലറ്റുമാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഈ പരിശീലനമാണ് അവർക്ക് കരുത്താകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രക്ഷാപ്രവർത്തനത്തെ അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരമായിട്ടുള്ള ഓപ്പറേഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ ചെന്ന് 2 അമേരിക്കൻ പൈലറ്റുമാരെ വെവ്വേറെ രക്ഷപ്പെടുത്തുന്നത് സൈനിക ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഈ വാദങ്ങളെ ഇറാൻ സൈന്യം പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. രക്ഷാപ്രവർത്തനം തങ്ങൾ പരാജയപ്പെടുത്തിയെന്നും ഓപ്പറേഷനിടെ അമേരിക്കയുടെ 2 C-130 ട്രാൻസ്പോർട്ട് വിമാനങ്ങളും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും ഒക്കെ തകർത്തുവെന്നാണ് ഇറാൻ സൈനിക കമാൻഡ് അവകാശപ്പെട്ടത്. അമേരിക്കയുടെ വാദങ്ങൾ വെറും പൊള്ളയാണെന്നും തങ്ങളുടെ സൈനിക മേധാവിത്വമാണ് ഇതിലൂടെ തെളിയിക്കപ്പെട്ടതെന്നൊക്കെയുള്ള സ്ഥിരം ന്യായീകരണങ്ങളാണ് ഇറാൻ പറയുന്നത്. തെളിവുകളൊന്നും തന്നെ സമർപ്പിക്കുന്നുമില്ല. അമേരിക്കയുടെയും ഇറാന്റെയും സൈനിക അവകാശവാദങ്ങൾ വിരുദ്ധമായി തുടരുമ്പോഴും ഈ സംഭവം ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഏത് വലിയ പ്രതിസന്ധിയിലും തളരാത്ത പോരാട്ട വീര്യത്തിന്റെയും കൃത്യമായ പരിശീലനത്തിന്റെയും ഉത്തമ ഉദാഹരണമായി ഈ പൈലറ്റിന്റെ അതിജീവനം വിലയിരുത്തപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ സിനിമാ കഥകളെ വെല്ലുന്ന ഈ രക്ഷപ്പെടൽ വരും കാലങ്ങളിൽ പ്രതിരോധ മേഖലയിൽ വലിയ ചർച്ചയാകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ.